ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? മഴയൊക്കെ കുറഞ്ഞൂലേ? അപ്പോൾ കുറേ തിരുമ്പാനുണ്ടായിരുന്നു. എന്താ അത്ര പെരുത്ത് തിരുമ്പാനെന്നായിരിക്കൂലേ? എന്നും തിരുമ്പണാട്ടോ മക്കളെ, എന്നാലും ഉണ്ടാവും കുറേ തിരുമ്പി കൂട്ടിയത്. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് അകത്തൊക്കെ തോരടലായിരുന്നു. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ പുറത്തൊക്കെ തോരട്ടു കേട്ടോ. പിന്നെ മുറ്റം കിടക്കണ കോലം കണ്ടങ്ങൾ അതിന് നിങ്ങളിപ്പോൾ ബാഡ് കമൻറ്റ് ഇടണ്ട. നമ്മളെ കൊണ്ട് കജ്ജണ മാതിരി പുല്ലുകളൊക്കെ മുറിച്ച് നന്നാക്കൂട്ടോ. എന്നാലും വേഗം വളരുക. മഴയല്ലേ, മഴ തന്നെ വെള്ളം വന്നാൽ തന്നെ പുല്ലൊക്കെ വേഗം മുളക്കുമല്ലോ. പിന്നെ മുറ്റം രാവിലെ അടിച്ചു വരാൻ കൂടിയിട്ടില്ല കേട്ടോ. രാവിലെ അടിച്ചു വരാൻ നോക്കുമ്പോൾ മഴ ചാറും. അപ്പം പിന്നെ മക്കൾ നിലവിളിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു പിത്തനാളുണ്ടാവും. എന്നും രാവിലെ അടിച്ചു വരുന്നതാണ്. ഇന്നിപ്പോൾ അതിനൊന്നും കൂടിയില്ല. അപ്പം പിന്നെ ഇല്ല സമയം കൊണ്ട് അങ്ങോട്ട് അടിച്ചു വരിട്ടു കേട്ടോ. ഏതായാലും മഴക്കാറ് നല്ലോണം ഉണ്ട്. നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങാൻ കാത്തിക്കണില്ല. നനഞ്ഞത് വേറെയും വെച്ച് ഉണങ്ങാത്ത വേറെയും വെച്ച് അന്തിക്ക് നമുക്ക് ആ ഡൈനിങ് ഹാളിലാണ് കെട്ടിക്കാണ്ട് നന്നായിട്ടാണ് തോരട്ടാൽ ഉണങ്ങും. റൂമിലൊന്നും ഇടാൻ പറ്റൂല. റൂമിലൊക്കെ ഇട്ടാൽ കുട്ടികൾക്ക് പനി വരുമല്ലോ. അപ്പോൾ ആ മുറ്റം കിടക്കുന്ന കോലം കണ്ടപ്പോൾ മനസ്സിക്ക് വല്ലാത്ത പൊറുതിയാട്. അതാണ് വേഗം നന്നാക്കിയിട്ടാൽ ആണ് വൃത്തിയാവുമല്ലോ. ഇനി മഴ പെയ്യാണെങ്കിൽ ഞാൻ പെയ്തോട്ടെ. അപ്പോൾ നോക്കുമ്പോൾ റബ്ബേ വെള്ളമില്ല കേട്ടോ. കോലങ്കറ്റിലാണെങ്കിൽ വെള്ളം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല. കറണ്ട് ഇല്ലാഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. ഇനി കറണ്ട് ഉണ്ടായാൽ തന്നെ വോൾട്ടേജും ഉണ്ടാവില്ല. എന്നാണ് തീരെ വോൾട്ടേജ് ഇല്ല. അതാണ് നല്ല കമ്മി ഉണ്ടാവും കേട്ടോ. ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. എല്ലാ വോൾട്ടേജ് എടുത്തുകൊണ്ടാണ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി കുപ്പിയും പാട്ടിയൊക്കെ പേരുന്ന് കിടക്കണ കണ്ടുകൊണ്ട് അതിന് കമൻറ്റ് ഇടണ്ട. അപ്പോൾ വെള്ളമില്ലാഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇനി ആ തായേന്ന് കെട്ടി കൊടുന്നുകാണ്ട് ഇതൊക്കെ നന്നാക്കി എടുക്കണമല്ലോ എന്ന് കരുതിക്കാണ്ട് കുറേ നേരം അവിടെ മുണ്ടാതെ അവിടെ കുത്തിർന്നു. പിന്നെ ആണ് പോയിക്കാണ്ട് അങ്ങോട്ട് നന്നാക്കി. നമുക്ക് പെണ്ണുങ്ങൾക്ക് കാണുമ്പോൾ ഒരു പൊറുതിയാടല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ നന്നാക്കുക. തലയാണെങ്കിൽ കടഞ്ഞിട്ട് വെച്ച. അപ്പോൾ പിന്നെ ഇനി ചോറ് ലേസം വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടി കൂട്ടിക്കോളൂ. ഞാനിനി ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കാണ്ട് പോയി കടക്കട്ടെ എഴുതിക്കാണ്ട് ഇല്ല വെള്ളം കൊണ്ടാണ് മൂറി വെച്ച് കഴിഞ്ഞാൽ അതാണ് പൗസാവുമല്ലോ. എന്നാൽ പിന്നെ കുട്ടികൾക്ക് തിന്നാനൊക്കെ ഉണ്ടെങ്കിൽ പാത്രം എടുക്കാമല്ലോ. മറ്റേ അതവിടെ ഇങ്ങനെ എരപ്പായി കിടക്കുകയല്ലേ. വെള്ളം പൈപ്പിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടങ്ങേറ് അറിയലില്ലല്ലേ. വേഗം മൂറി വെക്കും. ഇതിപ്പോൾ ഇങ്ങനെ കാട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറ് വേറെ തന്നെയാണ് കേട്ടോ മക്കളെ. എന്നാലും ഇല്ല പോലെ പൗസിൽ കെകിടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഉണ്ട് കരുതിക്കാണ്ട് നന്നായിട്ട് സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതാണ് മൂറിനൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നാലും ഇനി വെള്ളമൊക്കെ വരട്ടെ എന്നിട്ട് ഉസാറിലൊക്കെ ഒന്നാണ് കഴുകുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനി താഴെ പോയിക്കാണ്ട് കെട്ടിക്കൊണ്ടിരുമ്പോഴത്തേന് തല കടഞ്ഞിട്ട് വെച്ച. ഞാൻ എന്തെങ്കിലും ഗുളികയോ മരുന്നൊക്കെ കുടിച്ചുകാണ്ട് ഒന്നാണ് കിടക്കട്ടെ. നമ്മളെ പാർസൽ സർവീസൊക്കെ ഉണ്ട്. കുറച്ചിങ്ങനെ നുള്ളി പൊറുക്കി വെച്ചിരിക്കണം. അതൊക്കെ ഇനി കൊണ്ടേ കൊടുക്കാണ്ട് ഇനി ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട്. നമ്മളെ ഷെയ്മോക്കൊക്കെ ഒന്ന് സ്കൂളുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കാൻ കാരണം. ഏതായാലും ഇനി ഇതൊക്കെ നന്നാക്കട്ടെ എന്ന് കരുതിയാണ് വേണം നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൺ മെറ്റീരിയലൊക്കെ പുതിയ വന്നിട്ടുണ്ട്. റേറ്റ് കമ്മിയാണ്. വിളിച്ചണോരോടൊക്കെ ഞാൻ വോയിസ് വിടാൻ പറയലുണ്ട്. വാട്സപ്പിൽ വിളിച്ചിവിടെ കിട്ടണ നമ്മൾ എടുക്കും. അല്ലാത്തൊക്കെ വോയിസ് വിട്ട് വെച്ചോണ്ടിട്ടോ. നമ്മൾ സൗകര്യം പോലെ എടുത്തോളാം. നമുക്ക് കുളി തിന്നാനും ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാ പണിയും വേണ്ടേ. അപ്പോൾ കഴിച്ചണമൊക്കെ നമ്മൾ എടുക്കും. അല്ലാത്തൊക്കെ നിങ്ങളിഞ്ഞ് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. വോയിസ് അവിടെ ഇട്ട് വെച്ചോണ്ട്. ഇതന്നെയാണ് നമ്മളെ വാട്സപ്പ് നമ്പർ കേട്ടോ. അപ്പോൾ അതാക്കണ കുടിക്കും ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടാണ് മൂലക്കൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ല വൃത്തിയാവുമല്ലോ. മരിഭാഗം കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു കുടം വെള്ളം കൂടിയും താഴെ പോയി ഞാൻ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ കുടിച്ചാണ്ടാവില്ല. പിന്നെ ഇപ്പൊ കുട്ടികളില്ല പെരയിൽ നിങ്ങൾക്ക് അറിയില്ല, വെള്ളമൊന്നും തേയില്ല. അപ്പോൾ ഓൾക്ക് ഏറെ ഒരു മൂത്രമൊഴിക്കലും അപ്പിടലൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ അതിന് നിൽക്കാനാവില്ല എന്ന് കരുതിയാണ്ട് ലേസം വെള്ളമൊക്കെ ഒന്നാണ് പോയി കൊണ്ടുവരട്ടോ. ഞാൻ താഴെ പോയിക്കാണ്ട്
അങ്ങനെ നമ്മളെ പാത്രം മോറലൊക്കെ കഴിഞ്ഞിക്കണ് കേട്ടോ. ഇനി ഒന്നടാ തിണ്ടൊക്കെ ഒന്നും ഇല്ല വെള്ളം കൊണ്ടേ ഇല്ല പോലെ ഒന്നാണ് വൃത്തിയാക്കാൻ ഞാൻ ഒരു ഗതികേടല്ലേ മനസ്സിക്ക്. പിന്നെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും തിന്നണമാവുമ്പോൾ പാത്രങ്ങളൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഓല് കെകിയേക്കൂട്ടോ. എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചലുണ്ട്, തിന്ന പാത്രം മൂറി വെക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഓല് മൂറി വെക്കൂട്ടോ. കാക്കും അങ്ങനെ തന്നെ, തിന്ന പാത്രം അത് അപ്പം തന്നെ കാക്കും മൂറി വെക്കും. നമ്മളെ കാത്തു വെക്കൊന്നുമില്ല കേട്ടോ. ഓല അങ്ങനെ തന്നെ കാട്ടിൽ റിതു ആയാലും ഷെയ്മോളായാലും ഓല് തിന്ന പാത്രം ഓല് മൂറി വെക്കും. പിന്നെ കുഞ്ഞു കുട്ടികളതൊക്കെ ഉണ്ടെങ്കിൽ ഞാനാണ് മൂറി വെക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാക്കും ഉണ്ടെങ്കിൽ കാക്കും അത് വൃത്തിയാക്കി വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ തലിൻ്റെ ഉള്ളിൽ കൂടെ പിരിപിരി തുടങ്ങേണ്ട ഈ മൈഗ്രീൻ്റെ തലവേദന വന്നാൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ മക്കളെ? എന്താ ഇപ്പം അതിനൊരു മാർഗ്ഗം വെച്ച് പൊടിയാടില്ല. ഏതായാലും ഉറക്കം ഒഴിച്ചാൻ പാടില്ല, നേരത്തിന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. അതൊന്നും ഇപ്പം അമ്മക്ക് പറഞ്ഞിട്ടില്ല കാര്യങ്ങളല്ലല്ലോ അല്ലേ. പാടാ കൂട്ടിക്ക് കൂട്ടുകാരിക കൂട്ടുകാരിക അപ്പം മോന്തി അയക്കണ്. മരിബാങ്കൊക്കെ കൊടുത്തത് കേട്ടില്ല നിങ്ങൾ? അപ്പം നമ്മൾ ചുമ്മാ കോഴിക്കൂട്ടൊക്കെ ആക്കി കോഴിക്കളഞ്ഞ ലേസം വെള്ളമൊക്കെ പോയി കൊണ്ടിട്ടോ. മദ്രസ് ഉണ്ടാവും, പക്ഷെ ഒരു ഗ്രൂപ്പില് വിടൂല. പിന്നെ ഞങ്ങളെ ലീവാക്ക്. ഞാൻ നോക്കി, ഇന്ന് എനിക്ക് ഫോൺ കിട്ടിയപ്പോ നോക്കി. അപ്പൊ അത് എത്തൂല. ശനിയാഴ്ച മദ്രസ കുട്ടി ഞാൻ രാവിലെ നീച്ചോണ്ട് മദ്രസ കഴിഞ്ഞാലൊക്കെ പോട്ടോ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലപ്പാ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പോയില്ലേ. ഇപ്പൊ ഇങ്ങനെ സ്പീഡാണ് വിടും, കഴിഞ്ഞാലാണ് വിളിച്ചു. അങ്ങനെ അപ്പം നമ്മളെ ഷെയ്മോള് തോരടുന്നുണ്ട് കേട്ടോ. കാക്ക ഒരു 10 ഉറുപ്പ്യേൻ്റെ കയറൊക്കെ കൊടുന്നുകാണ്ട് നീട്ടി വലിച്ചു കാണും 4 ഭാഗമാണ് കെട്ടി കൊടുത്തു കണ്ടാണ് തോരട്ട് വിടുകയാണ്. ആ നഞ്ഞൊക്കെ അങ്ങോട്ട് ചപ്പ് കൂട്ടി വെച്ചാലേ ഭയങ്കര മണാരാ. അപ്പം പിന്നെ ആണ് തോരട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തിന് ഉണങ്ങി കഴിഞ്ഞാൽ ഓൽക്ക് ഇട്ട് കൊടുക്കാണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എത്ര ഉണ്ടായാലും ഓൽക്ക് തേയില. പിന്നെ കുട്ടികളെ റൂമിലൊന്നും തോരടാനും വെച്ചല്ലോ. ഇന്നിപ്പോൾ തലവേദന ആയതുകൊണ്ട് ഗുളികയൊക്കെ കുടിച്ചുകാണ്ട് ഇങ്ങനെ കുത്തിർക്കുക. അടുക്കളയിലത്തെ കാര്യം കാക്കു ഏറ്റെടുത്തോളാറിനോണ്ട് അതൊരു സമാധാനമായിട്ടോ. അപ്പം പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കാണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം ഇതാക്കണം കേട്ടോ, കുഞ്ഞുമണികൾ ഇവിടെ ഉണ്ട്. മിന്ന കുട്ടിയെ എന്തൊക്കെയേ മൂത്ത്. പൊന്നുണ്ട് കേട്ടോ ഇവിടെ. പൊന്നുണ്ട്, നമ്മളെ ഇച്ചുണ്ട്, ലിനുമോളുണ്ട്. ഇതാക്കണം നമ്മളെ ലിനുമോൾ കേട്ടോ. കൊടുക്ക്, തല്ലുവിടാൻ പാടില്ല. നല്ല കുട്ടികളാണ് കേട്ടോ. എന്നാ വേഗം ചെയ്തോ.